മൂന്നാമത്തെ ദിവസമായിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ പുറത്തോട്ട് പോകാൻ കുറച്ച് ഷോപ്പിംഗ് ആരൊക്കെയാണ് നോക്കിക്ക്. മോള് പപ്പ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പപ്പ അപ്പോൾ ഇനി അവിടെ ചെന്ന് കാണിച്ചത്. വാ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 11 മണിയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. കാരണം വഴിയിലെ ബ്ലോക്ക്, അവിടെ ഈ ഓഫീസ് ടൈമിലൊക്കെ ഭയങ്കര ബ്ലോക്കാണെന്ന് മോള് പറഞ്ഞു. അത് കാരണം അങ്ങനെ ഇറങ്ങിയാണ്. എന്നിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. മജസ്റ്റിക് പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ ഈ ഊബർ ബുക്ക് ചെയ്ത് ആ ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. ആ ജംഗ്ഷനിൽ നിന്ന് പിന്നെ ഊബറൊക്കെ വന്ന് ഞങ്ങൾ പിന്നെ ഊബറിൽ കയറി ചിക്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. അല്ല, ഇവിടെ അത് അങ്ങോട്ടങ്ങ് ചെല്ലുന്നവർ അവിടെ ഒരു സ്ട്രീറ്റാണ്. കുറേ നടക്കാനുണ്ട്. നമ്മൾ ആദ്യം കാണുന്നിടത്തൊന്നുമല്ല, കുറച്ചകത്തോട്ടാണ്. ഓരോ ഇടവഴികൾ പോലുള്ള. ഞങ്ങളിപ്പോൾ എവിടെ വന്നിരിക്കുന്നത് പറയുമ്പോൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പം ബാംഗ്ലൂരിലെ ചിക്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അവിടെ വന്ന ഒരു സ്ട്രീറ്റാണ്. ഇവിടെ ഒരുപാട് അകത്തോട്ട് സ്ട്രീറ്റുകളുണ്ട്. അപ്പം ഞങ്ങൾ പിന്നെ യൂബറിലാണ് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു. 2 മണിയായി. ഇപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് ഇനി അകത്തോട്ടൊക്കെ കയറുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നത്. ഇവിടെ ഈ ഞങ്ങളിപ്പം കയറിയ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ മലയാളി ആഹാരം എന്ന് പറഞ്ഞാൽ ചോറും സാമ്പാറും അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അത് വേറെ പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ദോശ മേടിക്കാം, പപ്പയ്ക്ക് ചോറ് ഇടുമെന്ന് പറഞ്ഞു. അപ്പം പപ്പയ്ക്ക് ചോറ് മേടിച്ചെടുക്കാം, സാമ്പാറും അങ്ങനെയൊക്കെ ചേർന്നൊരു, അതായത് ഈ നോർത്ത് ഇന്ത്യയുടെ സ്റ്റൈലിലുള്ള ചോറ്. ഇപ്പം കൊണ്ടുവരട്ടെ, കാണിച്ചു തരാം. ഇതാണ് ചോറ് ഇടാം. ചോറിനകത്ത് ഒരു ചപ്പാത്തി കാണും. പിന്നെ ഇതാണ് റൈസ്. പിന്നെ ഒരു അവിയൽ, തോരനാണ്, അച്ചാറ്. ഇത് പായസമാണെന്ന് തോന്നുന്നുണ്ട്. ഇത് സാമ്പാർ, ഇത് രസം, ഇത് മോര്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. കണ്ടോ, ഇതാണ് ദോശ. നല്ല ചൂട് ദോശയാണ് കേട്ടോ. ദോശ. ഇത് മസാലക്കറിയാണേ. ഇതെന്ന് പറയുന്നത് ചമ്മന്തിക്കറി. നല്ല ടേസ്റ്റാണ്. മസാലക്കറി നല്ല ടേസ്റ്റുള്ള മസാലക്കറിയാണ്. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് മാളിനകത്തൂടെ, സ്ട്രീറ്റിനകത്തൂടെ കുറേ നടന്നു. മഴ ഉണ്ടായിരുന്നു, എന്നാലും ചാറ്റമഴയായിരുന്നു. എന്നാലും നമ്മൾ അതിനകത്തൂടെയൊക്കെ നടന്ന് കുറേ കടകൾ കയറി ഇറങ്ങും. പിന്നെ മോൾക്ക് ഇച്ചിരി വിലപേശനൊക്കെ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഭാഷയൊക്കെ അറിയണം കേട്ടോ, എങ്കിലേ അവർ മലയാളികളെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വില കുറച്ചൊന്നും തരത്തൊന്നുമില്ല. ഒരു കടയിൽ കയറി ഞങ്ങൾ കുറച്ച് ഷോപ്പ് ചെയ്ത് ടോപ്പോ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ കടകളിങ്ങനെ കയറി ഇറങ്ങി ആണ് ഇവിടെ ഒരു കടയിൽ കയറി. അവിടെ കയറിയിട്ട് മോള് അങ്ങോട്ടെല്ലാം താഴെ നമ്മൾ ഇരിക്കണം. ഈ കടയെന്ന് പറയുന്നത് ലക്കി ബാമ്പു അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പം പിന്നെ അത് നമ്മൾ വെറുതെ ഒന്ന് കയറി നോക്കി, അതിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ച്. എടുത്ത് കാണിക്കുന്നതിന് 100 രൂപ, ഇപ്പറ കാണിക്കുന്നതൊക്കെ 150-200 രൂപയാണ്. പിന്നെ ഇതാണ് പപ്പയ്ക്ക് ഷർട്ട് എടുത്ത കട. ഭയങ്കരത്തിൽ വില പേശണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് വല്ലതും അവിടെ നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് ഇവിടെ ഒരു കോഫി സെൻറ്ററിൽ കയറി കോഫിയൊക്കെ കുടിച്ചു. ഞങ്ങളെ കണ്ടുടനെ അവർ ചോദിച്ചു മലയാളികളാണോന്ന്. അപ്പം മലയാളികളെ കണ്ടാൽ എത്ര നന്നായിട്ട് തിരിച്ചറിയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. പിന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പിന്നെ കഴിക്കാനുള്ള റോഡ് മേടിച്ചിട്ടാണ് ഞങ്ങളിനി വീട്ടിലോട്ട് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഊബറിന് ബുക്ക് ചെയ്ത് ഊബർ വന്നു. പിന്നെ അതിൽ കയറി ഞങ്ങളിങ്ങ് വീട്ടിൽ പോകും. അങ്ങനെ അടിപൊളി ഒരു യാത്രയായിരുന്നു. പിന്നെ എല്ലാവരും കുളിച്ച്
മോനൊക്കെ വന്ന് പിന്നെ എല്ലാവരും കൂടെ ആഹാരമൊക്കെ കഴിച്ച് എല്ലാം പുറത്തുനിന്ന് മേടിച്ചതാണ്. എല്ലാവരും ടയേർഡായിരുന്നു വന്നപ്പോഴത്തേന്. ഞാനേ ഇന്നലെ മേടിച്ച കണ്ട ഇന്നലെ മേടിച്ചോണ്ട് വന്ന ഷോപ്പിംഗ് സാധനങ്ങളാണ് ഇതെല്ലാം. ഇന്നലെ മേടിച്ച സാധനം കാണണ്ടേ നിങ്ങൾക്ക്? ഞാൻ മേടിച്ചത് എന്തൊക്കെയാണ് ഷോപ്പിംഗ് മേടിച്ചത്. ഞാനൊരു ബാഗ് മേടിച്ചണ്ട. നല്ല ബാഗാ കേട്ടോ. നല്ല അത്യാവശ്യം നല്ല അതിനകത്ത് 2 അറയൊക്കെ ഉണ്ട്. പിന്നെ ദണ്ട നമുക്ക് പേഴ്സിടാനായിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ തൂക്കാം, വേണമെന്നുണ്ടെങ്കിൽ അകത്തിടാം. അത് കൊളുത്തിടാം. ഞാൻ കുറേ നാളുകൊണ്ടേ വിചാരിക്കുകയാണ് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനെ കൊണ്ടുപോകാനായിട്ട് ഒരു ബാഗ്. അത്യാവശ്യം ഇതൊക്കെ പോരെ. അടിപൊളി. എനിക്കിഷ്ടപ്പെട്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു 350 രൂപയ്ക്ക് അകത്താണോ, 300-നും 350 രൂപയ്ക്ക് ഇടയ്ക്ക്. കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് എത്ര രൂപയാവുള്ളൂ. നല്ല ലാഭമല്ലേ ഇത്? കാണാൻ നല്ല ഭംഗിയില്ലേ? എനിക്കിഷ്ടപ്പെട്ട കേട്ടാ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇത് പണ്ട് സ്ഥിരം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് VKC മേടിച്ചപ്പോഴുണ്ടല്ലോ, ഇപ്പൊ മേടിച്ചത് ഇച്ചിരി വെയിറ്റ് ഉള്ളതാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. 300 രൂപയായുള്ളൂ. പണ്ട് എനിക്ക് സ്ഥിരം ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ VKCയുടെ അത് ഇച്ചിരി വെയിറ്റ് ഉള്ളതാണ് നമ്മുടെ നാട്ടിൽ എനിക്ക് കിട്ടിയത്. അപ്പൊ ഓക്കെ. പിന്നെ കണ്ട 100 രൂപയുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളും. കണ്ട ഇതിനകത്ത് ഇതിനകത്ത് പൈസ ഒക്കെ ഇടേണ്ട ഒരു ചെറിയൊരു ഇതുണ്ട്. കണ്ട നല്ല കുറച്ച് സ്പേസ് ഉണ്ട്. കണ്ട ഈ സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്താണ് വെച്ചിരുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിനകത്തുനിന്ന് ഇപ്പം പഠിച്ചെടുത്തതാണ്. കുറച്ച് സാധനങ്ങൾ കൊള്ളും. 100 രൂപയുള്ളൂ. ലാഭമല്ലേ അത്? കണ്ട അത്യാവശ്യം നമുക്ക് കൊണ്ടുപോകണം എവിടെയെങ്കിലും. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പോയി. നല്ല എലിഫന്റ് ഒക്കെ ഉള്ള ഒരു നല്ല ബാഗ്. ഈ സൗണ്ട് എന്തിൻ്റെന്ന് അറിയാമോ? എയർഫോഴ്സ് ഇവിടെ അടുത്താണ്. അപ്പൊ അതിന് ഈ ഹെലികോപ്റ്റർ പോകുന്ന സൗണ്ട് എപ്പോഴും വരും. 5 മിനിറ്റ് ഇടവിട്ട് ഈ സൗണ്ട് കേൾക്കാം. ഇത് പപ്പയ്ക്ക് എടുത്ത ഒരു ഷർട്ട്. കണ്ട നല്ല കളർ. ഇത് പിന്നെ എനിക്കെടുത്ത ഒരു ടോപ്പാണ്. ടോപ്പും കോട്ട് സെറ്റ് അല്ലേ? കണ്ട നല്ല ഭംഗിയില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട. ഇത് വില പേശി മേടിച്ചതാണ്. അവരിതിനകത്ത് വില എങ്ങാണ്ട് 800 രൂപ എങ്ങാണ്ടാണ് ചോദിച്ചത്. ഞങ്ങൾ 600 രൂപയെ കൊടുത്തുള്ളൂ. ഇതുകൊണ്ട് ഇതിന്റെ പാൻറ്റും ഉണ്ട്. കണ്ട അടിപൊളിയായിട്ടില്ലേ? ദെൻ പിന്നെ അതേപോണം ഇതും കോട്ട് സെറ്റ് അല്ലേ മക്കളെ? വേറെ ഒരെണ്ണം അവിടെ മേടിച്ച്. ഇതും കോട്ട് സെറ്റാണേ. എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ്. മസ്റ്റാർഡ് യെല്ലോ ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. അപ്പം അതിനും പാൻറ്റുണ്ട്. കണ്ട ഒരു ടോപ്പ് മോൾക്കാണേ. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല കഴുത്തും. ഇനിയിപ്പോൾ അവള് ഹൗസ് സർജൻസിക്കൊക്കെ പോകുമ്പോഴത്തേന് ഇടാനായിട്ട്. കണ്ട ഇത് നല്ലൊരു ടോപ്പാണ്. മോൾക്കുള്ളതായത് നല്ല ഇവിടെയൊക്കെ നല്ല സ്ലൈഡ് ചെയ്യുന്നത്, ഇങ്ങനെ കട്ടിങ് ഉള്ളത്, സ്ലിറ്റ് ഉള്ളത്. ഇവിടെ എല്ലാം ഒരു ബ്രില്ല് ടൈപ്പ്. ഇതൊരു ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി. കണ്ടാ? പിന്നെ എനിക്ക് എടുത്തോണം തന്നെ മോൾക്കും ഒരു മസ്റ്റാർഡല്ലോ. ഇതാ മമ്മിയുടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മസ്റ്റാർഡല്ലോ, ഇത് മസ്റ്റാർഡല്ലോ. ഇതാണ് എൻ്റെത് കേട്ടോ. നേരത്തെ കാണിച്ചത് മോളുടെയാണേ, മാറി എടുത്ത് വെച്ചതാണ്. ഈ ടോപ്പുകൾക്കൊക്കെ വില എന്ന് പറയുന്നത് ഒരു 500 രൂപയ്ക്കകത്ത വിലയാണ്. ഇത് 600 രൂപയാണ്. 550. ഇത് 550 ആയിരുന്നു. പിന്നെ മമ്മിയുടെ ആദ്യം പറഞ്ഞായിരുന്നല്ലോ 600. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലേ. ഇത് 600 ആയിരുന്നു കേട്ടോ. കണ്ട ക്ലിപ്പ്. ഇത് ഇച്ചിരി നഷ്ടമായിപ്പോയി. 40 രൂപ ഒരെണ്ണത്തിന് കേട്ടോ. ഇതിനൊരെണ്ണം 40 രൂപ. ഇത് 40 രൂപ. ഇത് 20. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാത്തിനൂടെ ഇത് 100 രൂപ കൊടുത്തു. എല്ലാത്തിനൂടെ 100 രൂപ കൊടുത്തു. അത് ഇച്ചിരി എനിക്ക് അത് നമ്മുടെ നാട്ടിലല്ല അപ്പോൾ എനിക്ക് തോന്നിയത്. ഇതിന് 20 വേണമെന്ന് പറഞ്ഞു. ഇത് 40 വേണമെന്ന് പറഞ്ഞു.
എല്ലാത്തിനും നമ്മൾ 40, 20 രൂപ കുറച്ച് കൊടുത്താൽ അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിലായിരിക്കും ലാഭം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നമുക്ക് വില പേശാൻ അറിയാൻ മേലാഞ്ഞുകൊണ്ടായിരിക്കും. എന്താണേലും ഇതൊക്കെയാണ് ഞങ്ങൾ. പിന്നെ ഞാനൊരു കുട മേടിച്ചു. എൻ്റെ കുട ഉണ്ടല്ലേ, ഞങ്ങൾ സൂയിൽ പോയപ്പം കളഞ്ഞു പോയി. അപ്പോൾ അവിടെ ഇവിടെ വെച്ച് മറന്ന് ബസ്സിൽ കയറിയപ്പോഴായിരിക്കും മിക്കവാറും മറന്നേന്ന് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ മഴയല്ലേ ഇവിടെ, അപ്പം കുട മേടിക്കായിരിക്കും. അല്ല, അങ്ങനെ ഒരു കുട മേടിച്ചു. ഇതാണ് കുട. നല്ല കുടയാണെന്നാണ് തോന്നുന്നത്. കൊള്ളാവാ, മമ്മിക്ക് ചേരുവോ ഈ കളർ? കൊള്ളാ. അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? പിന്നെ ഞങ്ങളുണ്ടല്ലോ, മൺഡേ ആണ് അവിടെ പോയത്. ശരിക്കും പറഞ്ഞാൽ അവിടെ സൺഡേ ആണ് മാർക്കറ്റ് ഉള്ളത്. സൺഡേ മാർക്കറ്റ് എന്നാണ് അവിടെ പറയുന്നത്. സൺഡേ മാർക്കറ്റിലാണ് ഫുട്പാത്തിലെല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ തുണികളാണെങ്കിലും പിന്നെ എല്ലാ സാധനങ്ങളും ഫുട്പാത്തിലൊക്കെ ഇട്ടിട്ടേക്കുന്നത് ഈ സൺഡേ മാർക്കറ്റിലാണ്. പിന്നെ ഇന്ന് മൺഡേ നമുക്ക് പോയപ്പോൾ നമുക്ക് അത്ര വിലക്കുറവായിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. സൺഡേയിലാണെങ്കിൽ അവർ പറഞ്ഞ് ഒന്നെടുത്താൽ രണ്ടെണ്ണം എടുത്താൽ ഒരെണ്ണം കൂടെ ഫ്രീ, അങ്ങനെയൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ കടക്കാരോട് ചോദിച്ചത് ഇങ്ങനെ അതെന്ന് പറയുന്നത് റീയൂസ് ചെയ്ത സാധനങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. റീയൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരാൾ ഉപയോഗിച്ചിട്ട് 1-2 ദിവസമൊക്കെ ഇട്ടിട്ട് പിന്നെ വാഷ് ചെയ്ത് അങ്ങനെ വരുന്ന ഇതൊക്കെയാണ് ഈ സൺഡേ മാർക്കറ്റിൽ കൂടുതലായിട്ട് കിട്ടുന്നതെന്നാണ് നമ്മളൊരു കടക്കാരനോട് കയറി ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞത്. സൺഡേ മാർക്കറ്റിലാണ് അങ്ങനെയൊക്കെ വരുന്നത്, അല്ലാത്ത മാർക്കറ്റുകളിലൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ നമ്മൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേനും നാട്ടിലേക്കാൾ കുറച്ച് ചീപ്പ് റേറ്റ് ആണെന്ന് തോന്നി. ഇതൊക്കെയാണ് എൻ്റെ ചിക്പേട്ട് ഷോപ്പിംഗ് മാളിലല്ലോ, അത് സ്ട്രീറ്റിൽ പോയപ്പോൾ ഉള്ള എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.